മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ടി വിയിൽ അത്ഭുതകരവും അല്പം ദുഃഖകരവുമായ ഒരു വാർത്ത കണ്ടു. വെല്ലുവിളിയും തിരിച്ചുള്ള വെല്ലുവിളിയും ചോദ്യങ്ങളും മറുചോദ്യങ്ങളുമായിട്ട് ഒരു മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ചോദ്യം ചെയ്യലും അതിന് ന്യായീകരണവും തിരിച്ചുള്ള ചോദ്യം ചെയ്യലും അതിനുള്ള ന്യായീകരണവും എല്ലാം കണ്ടു. യഥാർത്ഥത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അറിഞ്ഞൂടാ. എങ്കിലും അവർ ഭംഗിയായിട്ട് തൻ്റെടത്തോടുകൂടി മുഖ്യമന്ത്രിയായിട്ട് നിലനിൽക്കുന്നു. രാബ്രി ദേവി ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യ സ്കൂളേ കണ്ടിട്ടില്ല, എങ്കിലും അവർ മുഖ്യമന്ത്രിയായിട്ട് നിലനിന്നു. സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് തിരിച്ച് പലരും ചോദിക്കുകയുണ്ടായി. അതിൽ എന്താണെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. അവർ എക്കണോമിക്സിൽ PhD ഉള്ള മൻമോഹൻ സിംഗിനെ പോലും നിർദ്ദേശിക്കുകയുണ്ടായി. ഒരു തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരുന്നവർ അവരായിരുന്നു UPA ഗവൺമെൻറ്റിൻ്റെ. മാത്രമല്ല, ഒരു മന്ത്രി പദവിയിലിരിക്കാൻ അഗ്രികൾച്ചർ മന്ത്രി അഗ്രികൾച്ചർ ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല. കൽക്കരി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് കൽക്കരി ഖനനം ചെയ്യാനുള്ള അറിവ് വേണമെന്ന് നിർബന്ധമില്ല. വിദേശകാര്യ മന്ത്രിക്ക് വിദേശ രാജ്യത്തിൽ താമസിച്ചിട്ടുള്ള പരിചയം വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മന്ത്രിക്കോ ഗതാഗത വകുപ്പ് മന്ത്രിക്കോ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ അഗാധ ജ്ഞാനം വേണമെന്ന് നിർബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഏത് മന്ത്രിക്കും ഏത് വകുപ്പും കൈകാര്യം ചെയ്യാം. മുലായം സിംഗിനെ പോലെയുള്ളവർ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തവരാണ്. പലരും പല രീതിയിൽ കൈകാര്യം ചെയ്തവരാണ്. മന്ത്രിമാരുടെ യോഗ്യത അത് വലിയ സീരിയസ് അല്ല എന്ന്, പ്രത്യേകിച്ച് NDAയിലെ ഈ മന്ത്രിയെ ആധാരമാക്കി അതത്ര സീരിയസ് അല്ല എന്ന് ജമ്മു കാശ്മീരിൽ ഉമർ അബ്ദുള്ള വരെ ന്യായീകരിച്ചു. ഉമാഭാരതി വളരെ വ്യക്തമായിട്ട് കൗണ്ടർ ചോദ്യത്തോടുകൂടി അതിനെ വെല്ലുവിളിച്ചു. എന്തെല്ലാം പറഞ്ഞാലും ഒരു മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനോ ജനറൽ ക്വാളിഫിക്കേഷനോ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതെല്ലാം ഒരു വശം. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്താൽ തിരിച്ച് മറുചോദ്യം ചോദിച്ച് ആരെ വേണമെങ്കിലും നിശബ്ദമാക്കാനും സാധിക്കും. അതെല്ലാം വളരെ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് HRDയുടെ കീഴിലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം UGC വരുന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വരുന്നത് HRDയുടെ കീഴിലാണ്. IITകളും IIMകളും പ്രത്യേക സ്റ്റാറ്റസ് ഉള്ളതാണ് എന്ന് മാറ്റി നിർത്താത്ത ഈ സ്ഥാപനങ്ങളെല്ലാം വരുന്നത്
HRD മിനിസ്റ്ററുടെ കീഴിലാണ്. ഞാൻ 25 വർഷത്തോളം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ CSIR, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് വരുന്നത് HRD മിനിസ്റ്ററുടെ കീഴിലാണ്. HRDയുടെ ഫിനാൻസോടുകൂടി അനവധി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ നേരിട്ട് HRD നടത്താറുമുണ്ട്. ഈ HRD മിനിസ്റ്ററായിട്ടിരുന്ന വ്യക്തിയാണ് മുരളി മനോഹർ ജോഷി, കപിൽ സിബല്. അതിൻ്റെ ഒരു ഉപമന്ത്രിയായിരുന്നു ശശി തരൂര്. അതിനു മുമ്പിൽ ശിവരാജ് പാട്ടീലിനെ പോലെയുള്ളവരുണ്ടായിരുന്നു. അവരിൽ പലരും, ശശി തരൂര് ഒഴിച്ച് പലരും CSIRൽ വന്നിട്ട് അതിഗംഭീരമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ച് കയ്യിൽ ഒരു പേപ്പറും ഇല്ലാതെ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും എഴുതി കൊടുത്തത് പഠിച്ചിട്ടായിരിക്കും ലാബറട്ടറികളിൽ വന്നിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ നീണ്ട പ്രഭാഷണം നടത്തുന്നത്. ഇവർ തന്നെയാണ് UGCയിലെ ധാരാളം കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യാൻ ഒരുപക്ഷെ ഗവർണർമാർക്ക് പോലും, ചാൻസലർമാർക്ക് പോലും നിർദ്ദേശം കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട, CSIRമായി ബന്ധപ്പെട്ട, ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട CSIRൽ 40 ലാബറട്ടറികളാണ് ഉള്ളത്. 40 ലാബറട്ടറികൾ ഏതാണ്ട് 25 വ്യത്യസ്ത വിഷയങ്ങളിലാണ് ഗവേഷണം നടത്തുന്നത്. ആ ലാബറട്ടറികളെല്ലാം HRD മിനിസ്റ്ററുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഗവേഷണങ്ങളോ ഗവേഷണ ഫലങ്ങളോ, അവിടെ ഇനി നടത്തേണ്ടതായ ഗവേഷണങ്ങളോ, അവരുടെ ലക്ഷ്യമോ അവരുടെ മാർഗമോ, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC തീരുമാനിക്കേണ്ട സിലബസുകളോ, അവരുടെ പോർട്ട്ഫോളിയോയോ, അവരുടെ പാത്വേയോ, അവരുടെ ലക്ഷ്യമോ മാർഗമോ, മോഡി ഗവൺമെൻറ് എന്താ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് UGCയോടും CSIRനോടും HRDയുടെ കീഴിലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരോടും പ്രൊഫസർമാരോടും പറയണമെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, കൽക്കരി മന്ത്രിക്ക് കൽക്കരി ഖനി ഉണ്ടാവണമെന്നില്ല. ആറ്റമിക് എനർജി മന്ത്രിക്ക് ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ള പരിചയം വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഒരു സംസ്കാരവും വേണമെന്ന് നിർബന്ധമില്ല എന്ന് കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഒന്ന് വെറുതെ പോയി സംസാരിച്ചാൽ മനസ്സിലാവും. വിദ്യാഭ്യാസ മന്ത്രിക്ക്, ഒരു സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് കോളേജുകളും വിഷയങ്ങളും അല്ലെങ്കിൽ സ്കൂളുകളും CBSEകളും അനുവദിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം HRD മിനിസ്റ്റർ ഭാരതത്തിൽ മുഴുവനും സ്കൂളുകൾ അനുവദിക്കുന്നതിലോ ഭാരതത്തിൽ മുഴുവനും കോളേജുകൾ അനുവദിക്കുന്നതിലോ അല്ല ഈ HRD മിനിസ്റ്ററുടെ ഉത്തരവാദിത്വം വരുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ ഗവേഷണപരമായ കാര്യങ്ങളിൽ അടിമുടി കാര്യങ്ങൾ മനസ്സിലാക്കി അഭിപ്രായം പറയേണ്ട വ്യക്തിയാണ് HRD മിനിസ്റ്റർ. ആ HRD മിനിസ്റ്റർ BA ഡിഗ്രി എടുത്ത ആളാണെങ്കിലും BCom ഡിഗ്രി എടുത്ത ആളാണെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങോട്ട് എന്തെങ്കിലും പറയാനോ ഇങ്ങോട്ട് പറയുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാനോ ഉള്ള ക്വാളിറ്റി ഇല്ല, പോരാ. ന്യായീകരണവും ജസ്റ്റിഫിക്കേഷനും എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഗംഗാനദി ക്ലീൻ ചെയ്യുന്ന മന്ത്രി ഗംഗാനദിയിൽ കുളിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊക്കെ ശരിയാണ്. UPIയുടെ ചെയർപേഴ്സണ് എക്കണോമിക്സിൽ PhD ഉള്ള പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാമെങ്കിൽ എന്നുള്ള ജസ്റ്റിഫിക്കേഷനും പറയാം. രാബ്രി ദേവി സ്കൂൾ കാണാത്തവർ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, അതും പറയാം. പക്ഷേ രാബ്രി ദേവിയെ കാണുന്നത് പോലെയല്ല ഇന്നത്തെ ഭാരതം നരേന്ദ്രമോദിയെ കാണുന്നത്.
UPA കാണുന്ന മാതിരിയല്ല ഇന്നത്തെ ഭാരതം NDA കാണുന്നത്. അതുപോലെ NDAയിലെ വകുപ്പ് മന്ത്രിമാരെയും അവരുടെ പ്രതിജ്ഞയും അവരുടെ ലക്ഷ്യവും മാർഗവും ഇന്ന് വരെ നിലനിന്നിരിക്കുന്ന മന്ത്രിമാരിൽ നിന്നും മന്ത്രിസഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്, കാണേണ്ടത്, കാണണമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നെല്ലാം മോഡി ഉൾപ്പെടെയുള്ളവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ വയലന്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ചേഞ്ച് കഴിഞ്ഞ 48 മണിക്കൂർ കൊണ്ട് ഭാരതം കാണുകയുമുണ്ടായി, ലോകം ശ്രദ്ധിക്കുകയുണ്ടായി. പക്ഷെ അത്രയും തിളക്കമാർന്ന ഒരു കർട്ടണില് അതിപ്രഭാപൂരിതമായിട്ടുള്ള ഒരു വലിയ ക്യാൻവാസില് ഒരു കറുത്ത പൊട്ടാണ് HRD മിനിസ്റ്ററുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചുള്ള സംശയം. ഈവൻ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും CSIR-ഉം IIT-കളും IIM-കളും പ്രശസ്തവും പ്രഗത്ഭവുമായിട്ടുള്ള CBSE, ICSE തുടങ്ങിയ എല്ലാം, IGNO ഉൾപ്പെടെ, UGC ഉൾപ്പെടെ വരുന്നത് അതിഗഹനവും ഗംഭീരവുമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം HRD മിനിസ്റ്റർ. പക്ഷെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ ഒരു CSIR ലാബറട്ടറിയിൽ വന്ന് അവർക്ക് ബൈഹാർട്ടായിട്ട് സയൻസിനെ കുറിച്ചോ ടെക്നോളജിയെ കുറിച്ചോ പ്രോഗ്രസിനെ കുറിച്ചോ ഡെവലപ്മെന്റിനെ കുറിച്ചോ ആരെഴുതി കൊടുത്താലും അത് പഠിച്ചു, പുസ്തകമില്ല, പേപ്പർ ഇല്ലാതെ പറയാൻ സാധിക്കില്ല. അവര് പേപ്പർ ഇല്ലാതെ പറഞ്ഞാൽ മുഴുവനും തെറ്റുകയും ചെയ്യും. ഈ മോഡി ഗവൺമെന്റിനോട് ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമാനം പോലും ഇല്ലാതെയാവും. ഏത് പോയിന്റിനെ വേണമെങ്കിലും ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കും. ന്യായീകരണം ഉണ്ടതാനും മറ്റുള്ളവരുടെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് ന്യായീകരിക്കാം. ഇത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയാം. ഇതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ തെറ്റൊന്നേ ഉള്ളൂ. ശാസ്ത്രമണ്ഡലത്തിലെ 10,000-കണക്കിന് വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അവരിങ്ങോട്ട് പറയുന്നത് മനസ്സിലാവുള്ളൂ, ഇവർക്ക് അങ്ങോട്ട് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കറുത്ത പൊട്ട് മോഡിയുടെ മന്ത്രിസഭയ്ക്ക് തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്നതായിട്ടുള്ളത് ജൂൺ മാസം 30-ാം തീയതി മന്ത്രിസഭയിലെ പുനഃസംഘടന നടക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ളവർ ചിന്തിക്കുമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഈ കറുത്ത പൊട്ട് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത അത്രയും തിന്മകൾ മനുഷ്യ മനസ്സിൽ ഉണ്ടാവും. വോട്ട് ചെയ്തവരുടെയും എതിർത്ത് ചെയ്തവരുടെയും മനസ്സിലുണ്ടാവും. അതൊരു പക്ഷേ മോഡി സർക്കാരിനെ അതിജീവിക്കാൻ സാധിക്കുമായിരിക്കാം. അതെല്ലാം സെക്കൻഡറി. പക്ഷേ വെളുത്ത തുണിയിലെ കറുത്ത പൊട്ട് ഇല്ലാതെയാക്കാൻ കഴിയുന്നത്രയും വേഗത്തിൽ അദ്ദേഹം വേണ്ടത് ചെയ്യുമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.